പാല് കുടിക്കുന്നത് നല്ലതും തൈര് കഴിക്കുന്നത് മോശമാണ്. ഉദ്ദേശ രോഗവൃദ്ധി ദിനേ ദിനം, ഇത് രോഗത്തിന് കാരണമാവും, മറ്റ് രോഗം ഇല്ലാണ്ടിരിക്കാൻ കാരണമാവും. അന്നം കൊണ്ട് മാത്രം രോഗവൃദ്ധിയല്ല, രോഗക്ഷയമല്ല, പൂർവ്വസുഹൃതം അതിന് കാരണമാണ്. എന്നാലും ഇതൊരു ബാഹ്യമായിട്ട് വരാണ്ടിരിക്കാൻ അതിൻ്റെ ഒരു തടുക്കൽ നടപടി മാത്രം. നമ്മൾ പറയാം, ബാലാർക്ക പ്രേതധൂമശ്ച വൃദ്ധസ്ത്രീ പൽവലോതകം രാത്രോ ദധ്യന്ന ഭുക്തിശ്ച രോഗവൃദ്ധിർ ധിനേ. ഈ കെടുതൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇതിന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് താല്പര്യം. വൃദ്ധാർക്കോ ഹോമധൂമശ്ച, ഉച്ചയ്ക്ക് ശേഷമുള്ള വേല് ശരീരത്തിന് നല്ലതാണ്. ഹോമധൂമം നിൽക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ബാലസ്ത്രീ പല്ലുവലോടകം, വയസ്സ് കുറഞ്ഞ സ്ത്രീയായിട്ടുള്ള സംസർഗം ആയുസ്സിന് കൊടുക്കും. പൽവലോതകം ശുദ്ധമായ ജലം ശരീരത്തിന് ആരോഗ്യത്തിന് കൊടുക്കും, ആയുസ്സിനെ കൊടുക്കും. രാത്രോ ക്ഷീരാന്ന ഭുക്തിശ, രാത്രി പാല് കഴിക്കുന്നത് നല്ലതാണ്. ആയുർവർദ്ധനം ഉത്തമം, ആയുസ് വർദ്ധിക്കാൻ ഉത്തമം. ആയുസ് വർദ്ധിക്കുന്ന പറയുന്നില്ല, ആയുസ് വർദ്ധിക്കാൻ ഉത്തമം എന്നേ പറയുന്നുള്ളൂ. കാരണം ആയുസ് സമാപ്ത ആയുസ്സിനെ മൃത്യുവിനെടുക്കുന്നതിൻ്റെ കാരണം തന്നെ അവൻ്റെ ഈ ശരീരത്തിൽ പുറക്കുമ്പോഴുണ്ടായ ആ ഒരു സുഹൃത്തം എவ்வளോ അനുഭവിക്കണോ അவ்வளോ അനുഭവിക്കാനാണ്. അതിൽ കൂടുതൽ കുറക്കാൻ അവരുടെ സംസർഗമാണ് കാരണം. നല്ല സംസർഗം എന്നുള്ളത് അവർക്ക് കൂടുതൽ ആയുസ് കൊടുക്കും. നല്ല സംസർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സത്സംഗം ഉണ്ടാവണം, ആത്മവിത്തുകളായിട്ടുള്ള സംസർഗം, നല്ല കാര്യങ്ങളിലായ തുടർപ്പ്. അതേ ആയുസ്സിനെ വിധീനെ മാറ്റാൻ പറ്റുള്ളൂ. വിധീനെ മാറ്റാൻ പറ്റുന്നില്ലത് നല്ല സംസർഗം മാത്രമാണ്. വിധീനെ വേഗത്തിൽ വരവഴിക്കാനാവും ദുർവിധീന, അത് ദുഷ്ടസംസർഗമാണ്, അജ്ഞതയാണ്, അവിദ്യയാണ്. അതുകൊണ്ട് അവിദ്യയിൽ ജീവിക്കുന്നവർക്ക് ആയുസ്സിനെ കൂട്ടുന്നുണ്ടോ കുറക്കുന്നുണ്ടോ എന്ന് പറയാനാവില്ല. അത് മഹാന്കൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നവർ ശരീരത്തോടെ നടമാടണമെന്നില്ല, ഒരു യഥാസൗകര്യപ്പെടുന്നതാണ് മഹാബ്രാഹ്മണർ. ഒന്നും കൂടെ പറയാം. വൃദ്ധാർക്കോ ഹോമധൂമശ്ച, വൃദ്ധി വന്ന സൂര്യൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള സൂര്യൻ ശരീരത്തിന് നല്ലതാണ്. ഹോമധൂമം എന്നുള്ളത് ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് പഴയ കാലത്തിലെല്ലാം ഗണപതി ഹോമം നിത്യം കഴിക്കുക എന്നുള്ളത് നാട്ടിലൊരു നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് അതിന് പ്രയോജനം എന്താണെന്ന് ആർക്കും അറിയില്ല. വൃദ്ധാർക്കോ ഹോമധൂമശ്ച ബാലസ്ത്രീ നിർമ്മലോദകം, ബാലസ്ത്രീ നിർമ്മലോദകം ശുദ്ധമായ ജലം, വയസ്സ് കുറഞ്ഞായ സ്ത്രീ സംസർഗവും. രാത്രോ ക്ഷീരാന്ന ഭുക്തിശ്ച, രാത്രിയിൽ പാല് കഴിക്കുന്നതിനേക്കാളും തൈര് കഴിക്കുന്ന ഉടമന് ശരീരത്തിന് നല്ലത്. ആയുർവർദ്ധനം ഉത്തമം, ആയുർവർദ്ധിക്കാൻ ഉത്തമം, ആയുർവർദ്ധിക്കാം താല്പര്യം. ഇത് കഴിച്ചാലും മഹാപാതകങ്ങളിൽ ഏതാവത് ചെയ്ത് കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. വർദ്ധിക്കാൻ ഉത്തമമായ ഒരു കാര്യമാണ്. ഉത്തമത്വം സിദ്ധിച്ചു എന്ന് പറയുന്നില്ല. ആ സുഭാഷിതം ആത്മജ്ഞാനത്തോടെ വളരെയധികം സംബന്ധപ്പെട്ടുള്ളതാണ്. ആത്മീയതയെ വളരെയധികം തൊട്ട് സ്പർശിച്ച് ആത്മവിദ്യത്തിൽ എഴുതുന്നതാണ്. ഒന്നുകൂടെ പറയാം. വൃദ്ധോർക്കോ ഹോമധൂമശ്ച ബാലസ്ത്രീ നിർമ്മലോദകം രാത്രോ ക്ഷീരാന്ന ഭുക്തിശ്ച ആയുർവർദ്ധനം ഉത്തമം. ഒന്നും കൂടെ പറയാം പഠിക്കാനായിട്ട്. വൃദ്ധാർക്കോ ഹോമധൂമശ്ച, വൃദ്ധാർക്കോ ഹോമധൂമശ്ച ബാലസ്ത്രീ നിർമ്മലോദകം, ബാലസ്ത്രീ നിർമ്മലോദകം രാത്രോ ക്ഷീരാന്ന ഭുക്തിശ്ച, രാത്രോ ക്ഷീരാന്ന ഭുക്തിശ്ച ആയുർവർദ്ധനമുത്തമം, ആയുർവർദ്ധനമുത്തമം. അർത്ഥ ഗൃഹേ നിവർത്തന്തേ ശംശാനായ പുത്രബാന്ധവ, ധനെല്ലാം വീട്ടിൽ ഉപേക്ഷിക്കും, ശംശാനം വരേക്കും പുത്രനും ബന്ധുക്കളും വരും. സുഹൃതം ദുഷ്കൃതം ചെയ്യുക ഗച്ഛന്തം എന്ന് വെച്ച്, സുഹൃതവും ദുഷ്കൃതവും അവൻ ചെത്തു കഴിഞ്ഞാൽ അവൻ കൂടെ തന്നെ പോകും. അടുത്ത ജന്മമുണ്ടെന്ന് ജനിക്കുന്നവർ, ജന്മമില്ലേ അവൻ്റെ കൂടെ പോകില്ല. അത് ആത്മവിത്തുക്കൾക്ക് മാത്രമാണ് സുഹൃദോഷങ്ങളെ കൂടെ പോകാണ്ടിരിക്കുന്നത്. അതിന് ഉദരത്തള്ളി ജ്ഞാനാഗ്നി കൊണ്ടെല്ലാം നശിപ്പിക്കുന്നത് നല്ലത്. അർത്ഥാഗുണേ നിവർത്തന്തേ, അർത്ഥാഗുണേ നിവർത്തന്തേ ശംശാനേ പുത്രബാന്ധവാഃ, ശംശാനേ പുത്രബാന്ധവാഃ സുഹൃതം ദുഷ്കൃതം ചെയ്വ, സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി, ഗച്ഛന്തം അനുഗച്ഛതി. ധർമ്മോ ജയതി നാധർമ്മ, ധർമ്മം ജയിക്കുന്നു, അധർമ്മം ജയിക്കുന്നില്ല. ധർമ്മം കാണുന്നവർക്ക് ധർമ്മം പ്രവർത്തിച്ച് തോറ്റും തോന്നാം. പക്ഷേ ആധ്യാത്മികമായ സൂക്ഷ്മദൃഷ്ടിയിൽ
ധർമ്മം കൊണ്ടാണ് നിലനിൽക്കുന്നത് ഇപ്പോഴും ശരീരം, ഇപ്പോഴും ജീവിതം. അധർമ്മം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആയ പുഷ്ടിയും കാണാനുള്ള അട്രാക്ഷനും കാണാനുള്ള സൗഖ്യവും നമുക്ക് പുറക്കുന്നുണ്ട്. അത് പലതരത്തിലെ വ്യാധിയാക്കാം, പെട്ടെന്ന് ഉയരെടുക്കാം. അതുകൊണ്ട് ധർമ്മോ ജയതി, ധർമ്മം ചെയ്യുന്നവർ ജയിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് കാണില്ല, പക്ഷേ സൂക്ഷ്മമായിട്ട് തന്നെ മനസ്സിലാക്കണം. ആത്മീയമായ ഒരു ദൃഷ്ടി കൊണ്ട് മാത്രമേ ധർമ്മത്തിൻ്റെ ജയത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാൾ മറ്റൊരാളെ കണക്കിന് ചീത്ത പറഞ്ഞു, അത് കേട്ടിട്ട് അയാൾ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ക്ഷമയുണ്ട്, അയാൾ ജയിച്ചു എന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞാൽ അയാളുടെ പുണ്യം പോയി എന്നുള്ളതുകൊണ്ട് അയാളുടെ ചൈതന്യം കുറഞ്ഞു നടത്തും. ധർമ്മോ ജയതി നാധർമ്മ. അധർമ്മം ചെയ്തിട്ട് ജയിക്കാനാവില്ല. അധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ്റെ അവസ്ഥ തന്നെ വലിയ കഷ്ടങ്ങൾ ഏർപ്പെടുത്തുന്നത്. സത്യം ചെയ്ത് നാനൂതം. സത്യം ജയിക്കുക എന്ന് പറഞ്ഞാൽ ത്രികാല അബാധ്യ എന്നുള്ളത് അതെപ്പോഴും ജയിച്ചിട്ടുള്ളതാണ്. ആ സത്യമായ ധർമ്മ നമ്മളുടെ എല്ലാ ശ്രേയസ്സിനും കാരണം. സത്യം ചെയ്ത് നാനൂതം. കളവ് പറഞ്ഞുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാം, എപ്പോഴും രക്ഷപ്പെടാൻ പറ്റില്ല. സത്യം ചെയ്ത് നാനൂതം. അനൂതം എപ്പോഴും കഷ്ടത്തെ കൊടുക്കുള്ളൂ. സത്യം ചെയ്ത് നാനൂതം. ക്ഷമാ ചെയ്ത് ന ക്രോധ. ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് വലിയ കഷ്ടമുണ്ടാവില്ല. ക്രോധം കൊണ്ട് നമുക്ക് പുണ്യം നശിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമ ജയിക്കുന്നു, ക്രോധം നല്ലത് ജയിക്കുന്നില്ല. ക്രോധത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ക്ഷമിച്ചതുകൊണ്ട് ചില സമയത്ത് ക്ഷമ എന്നുള്ളതുകൊണ്ട് കാര്യം അറിയാത്തതുകൊണ്ട് നമ്മൾ അപകടത്തിൽ പെട്ടുകൂടായിട്ടില്ല. എന്നാൽ ക്ഷമയ്ക്ക് പ്രാധാന്യമുണ്ട്. ക്രോധവും വിഷ്ണുർ ജയതി നാസുര. വ്യാപകനായിരിക്കും ജയിക്കുന്നു, വ്യാപകമല്ലാത്ത അസുരൻ നല്ലവൻ തോൽക്കുന്നു. ശരീരമുണ്ടെങ്കിലും ദ്യോതനാ ദേവാഹ ഇന്ദ്രിയങ്ങളും ഈശാവാസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷത്തിൽ ദ്യോതനാത്മകമായ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആ സ്ഥിതി. അസുരൻ നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങളല്ലാണ്ടിരിക്കുന്ന ആ ശരീരഭാഗങ്ങളിൽ ആണ് ഞാനെന്ന് തോന്നുന്നത്. അത് നിശ്ചയധാരണ. ധർമ്മോ ജയതി നാധർമ്മ. ധർമ്മം ജയിക്കുന്നു, അധർമ്മം ജയിക്കുന്നില്ല. സത്യോ ജയതി നാനോ. സത്യം ജയിക്കുന്നു, സത്യം ജയിക്കുന്നില്ല. ക്ഷമാ ജയതി നക്രോധ. ക്ഷമയാ ജയിക്കുന്നു, ക്രോധം ജയിക്കുന്നില്ല. വിഷ്ണു ജയതി നാസുര. ഭഗവാനാണ് ജയിക്കുന്നത്, വ്യാപകനാണ് ജയിക്കുന്നത്, അസുരനല്ല. ഒന്നുകൂടെ പറയാം. ധർമ്മോ ജയതി നാധർമ്മ. സത്യം ജയതി നാനൂതം. ധർമ്മോ ജയതി നാനൂത. സത്യം ജയതി നാനൂതം. ക്ഷമാ ജയതി നക്രോധ. വിഷ്ണു ജയതി നാസുര. ക്ഷമാ ജയതി നക്രോധ. വിഷ്ണു ജയതി നാസുര. ധന്യം സംഗ്രഹശീലത്വം. ധാന്യസംഗ്രഹശീലത്വം. ധാന്യം സംഗ്രഹിക്കുന്ന ശീലം, അത് വെച്ച് വ്യവസായം ചെയ്യുന്നത്. വത്സപോഷ സ്വയം കൃഷി. പശുക്കളെ രക്ഷിക്കുന്നു, കൃഷി എന്നുള്ളത് ചെയ്യുന്നു. അപ്പോൾ പശുവിന് പാലെല്ലാം കൊടുക്കുന്നു. അപ്പോൾ പശുവിൻ്റെ കുട്ടി നന്നായി നിൽക്കും. അതുപോലെ അതിന് വേണ്ടുന്ന പിണ്ണാക്കെല്ലാം കൊടുക്കുന്നു. സ്ഥാന കൃഷി ചെയ്യുന്നത്. പ്രധാന സേവ മാധുര്യം. പ്രധാനികളായിട്ടുള്ളവരെ നന്നായിട്ട് സംസാരിച്ച് വെക്കുന്നത്. പ്രധാന സേവ മാധുര്യം, മധുരമായി സംസാരിക്കുന്നത്. പ്രധാനന്മാരെ സേവിക്കുന്നത്, മുഖ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നത്. പഞ്ചവ്യ വർദ്ധതേ കുലം. ഈ 5 കുലവർദ്ധനത്തിന് കാരണമാണ് നല്ലവരായിട്ടുള്ള സംസാരവും ധനസംഗ്രഹശീലവും ബസ്സപോഷത്വം, ആടുമാടുകളെ വളർത്തുന്നതും സ്വയം കൃഷി, താനെ കൃഷി ചെയ്യുന്നതും നമ്മളുടെയായ വർദ്ധതേ കുലം, കുലവർദ്ധനത്തിൽ കാരണം, ലൗകികമായ കുലവർദ്ധനത്തിൽ കാരണം. അത് ലൗകികമായി ചെയ്യുന്നതായ കർമ്മ അലൗകികമായ ക്ഷേമത്തെ നമുക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. കർമ്മ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാലും കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. ധാന്യസംഗ്രഹശീലത്വം. വത്സപോഷ സ്വയം കൃഷി. പ്രധാന സേവ മാധുര്യം. പ്രധാനന്മാരെ സേവിക്കുന്നത്, മധുരമായി സംസാരിക്കുന്നത്. പഞ്ചാവ്യ വർദ്ധതേ കുലം. 5 കുലവർദ്ധനം. പഞ്ചാവ്യ വർദ്ധതേ കുലം. രാജവൽ 5 വർഷാണി 10 വർഷാണി ദാസവത്. രാജാവ് പോലെ 5 വർഷം, 10 വർഷം ദാസനെ പോലെ. പ്രാപ്തേ 16 വർഷേതു പുത്രം മിത്രവതാചരേത്. 16 വയസ്സായി കഴിഞ്ഞാൽ പുത്രനെ മിത്രനെ പോലെ കാണണമെന്നാണ് പറയുന്നത്. രാജവൽ 5 വർഷാണി. ചെറിയ കുട്ടിയായിരിക്കും 5 വർഷം രാജാവിനെ പോലെ വാഴാൻ പറ്റും. 10 വർഷാണി ദാസവത്. 10 വർഷം ദാസനെ പോലെ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്നു. പ്രാപ്തേ 16 വർഷേത്. 16 വയസ്സായി കഴിഞ്ഞാൽ പുത്രം മിത്രവതാചരേത്. പുത്രനെ മിത്രനായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്.
രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ദാസവം. രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ദാസവം. പ്രാപ്തേ ഷോഡശവർഷേ തു പുത്രം മിത്രോജ ആചരേ. പ്രാപ്തേ ഷോഡശവർഷേ തു പുത്രം മിത്രോജ ആചരേ. മൂർഖശിഷ്യോപദേശേന, ദുഷ്ടനായ ശിഷ്യനെ ഉപദേശം ചെയ്യുന്നതുകൊണ്ട്, ദുഷ്ടസ്ത്രീ സംഗമേനച്ച, ദുഷ്ടസ്ത്രീകളോട് സംസർഗപ്പെടുന്നതുകൊണ്ട്, ദിഷതാം സംപ്രയോഗേന, ദ്വേഷിക്കുന്നവരോട് നല്ലത് പറയുന്നതുകൊണ്ട്, പണ്ഡിതോവി വിനശ്യതി, പാണ്ഡിത്യം എന്നുള്ളത് നശിച്ചു പോകും. മൂർഖശിഷ്യോപദേശേന, മൂർഖന്മാരായ ശിഷ്യനക്ക് ഉപദേശിക്കുന്നതുകൊണ്ട്, മൂർഖത എന്നുള്ളതുകൊണ്ട് ശിഷ്യന് ഉപദേശമില്ല മാത്രമല്ല അധ്യാപകൻ്റെ പാണ്ഡിത്യം പോകും. ദുഷ്ടസ്ത്രീ സംഗമേന, ദുഷ്ടസ്ത്രീ സംസർഗം കൊണ്ട് പല വ്യാധികൾ ഏർപ്പെടാം. അതേപോലെ പലതരത്തിലുള്ള മനക്ലേശങ്ങൾ ഏർപ്പെടാം. ദുഷതാം സമ്പ്രയോഗേന, ദ്വേഷിക്കുന്നവരൊക്കെ അവരോട് ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല. പണ്ഡിതോ വിനശ്യതി, പാണ്ഡിത്യത്തിനെ ആദരിക്കുന്നവരോട് മാത്രമേ ആ പാണ്ഡിത്യം പറയുന്നതുകൊണ്ട് പണ്ഡിതനും പ്രയോജനമുള്ളൂ, കേൾക്കുന്നവർക്കും പ്രയോജനമുള്ളൂ.